അങ്ങനെ ഓപ്പൺ ആയിട്ടുണ്ട്. പൂപ്പൽ ബൂസ്റ്റ് പിടിച്ചേക്കുന്നത്, അതിൻ്റെ ഒരു ഈട്ട് സിങ്ക് വരുക പുറകിൽ. അപ്പോൾ അതിൽ ഇത് ബൂസ്റ്റ് പിടിച്ചേക്കുന്നതാണ്. നമുക്ക് വന്ന് ക്ലീൻ ചെയ്യാം. യെസ്, ഇപ്പം നമ്മുടെ പവർ ഇൻഡിക്കേറ്റർ വന്നിട്ടുണ്ട്. യെസ്, ഇന്നൊരു ആസൂസിൻ്റെ കോർ i5 വിവോ ബുക്ക് ലാപ്പ് സർവീസിന് വന്നിട്ടുണ്ട്. ലാപ്പിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് വെച്ചാൽ ലാപ്ടോപ്പ് ഓൺ ആവുന്നില്ല ഗൈസ്. ഏതായാലും നമുക്കൊന്ന് അഴിച്ചു നോക്കാം. ഇടയ്ക്കൊന്ന് ഓണാവും, പക്ഷേ വിൻഡോസിൻ്റെ സിമ്പിൾ ഇങ്ങനെ വന്നിട്ട് അവിടേക്ക് അങ്ങ് ഓഫായി പോകും. ഏതായാലും എൻ്റെ ഊഹം ശരിയാണേൽ മദർ ബോർഡ് അടിച്ചു പോയി ഗൈസ്. എന്നാലും നമുക്ക് ഇതൊന്ന് നോക്കണം, അഴിച്ചു നോക്കാം വല്ല ബാറ്ററി ഇഷ്യൂ ആണെന്ന്. ഏതായാലും എൻ്റെ ഒരു ഊഹം ശരിയാണ്, ആസൂസ് മദർ ബോർഡ് അടിച്ചു പോയി ഗൈസ്. ഞാനൊരു കാര്യം പറഞ്ഞാൽ ആരും എന്നെ തെറി പറയൽ. ആസൂസ് ഒരു മൈരനായ ബ്രാൻഡാണ് ഗൈസ്. കാരണം എല്ലാ ലാപ്ടോപ്പുകളും വാറണ്ടി തീർന്നതിൻ്റെ അടുത്ത ദിവസം കംപ്ലൈൻറ്റ് വരും. അതാണ് ആസൂസിൻ്റെ ഒരു പ്രത്യേകത. അതാണ് ആസൂസ്. വേറെ ഏതൊരു ബ്രാൻഡും ഇങ്ങനെയില്ല. എല്ലാം മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഉണ്ട് ഈ ലാപ്പുകളിലെല്ലാം. അത് ആസൂസിൻ്റെ ടഫ് ഗെയിമിംഗ് ആയാലും എല്ലാ ബ്രാൻഡാണെങ്കിലും. എനിക്കൊരു മാസം, ഈ കഴിഞ്ഞ മാസം 15 ആസൂസിൻ്റെ ലാപ്ടോപ്പ് വന്നു. 15 മദർ ബോർഡ് കംപ്ലൈൻ്റ് ആയിരുന്നു. അതേ സ്ഥാനത്ത് HP ഒക്കെ ആണെങ്കിൽ കീബോർഡ് ഇഷ്യൂ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അഴിച്ച് നോക്കാം ഗൈസ്. ഇന്റൽ കോർ i5, ഇതിൽ തന്നെ ഇൻബിൽറ്റ് IRSൻ്റെ ഒരു ഗ്രാഫിക്സ് വരുന്ന മോഡലാണ് ഇത്. 1 വർഷം കംപ്ലീറ്റ് ആയിട്ട്, 1 വർഷം 1 മാസം ആയതേ ഉള്ളൂ. എന്താണ് ആസൂസ്, നിങ്ങൾക്ക് കുറച്ചൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് കൂടെ? നാണമില്ലേ? നിങ്ങൾക്ക് പറ്റിയാലേ വിട്ടിട്ട് പോവും. നിങ്ങൾ വേറെ വല്ല കമ്പനിക്ക് മർജ് ചെയ്യും. നിങ്ങൾക്ക് കമ്പനി ഓടുന്നില്ലേല്. ഇങ്ങനെ ആൾക്കാരെ പറ്റിച്ച് കാശാക്കേണ്ട ആവശ്യമുണ്ട് ആസൂസ്. ഈ ബോഡി കുറച്ച് ഒരു ഫിംഗർ പ്രിൻറ്റിൻ്റെ സെൻസറും തരും, അതുപോലെ തന്നെ കുറച്ച് ഷൈനിങ്ങും കൊടുക്കും ബോഡിയിൽ. ഇത്ര ഉള്ളു കൈസ്, ഇതൊന്നുമില്ല, ഇതിൻ്റെ ഉള്ളിലൊന്നുമില്ല. നിങ്ങൾ അതേ സ്ഥാനത്ത് കസ്റ്റമറാണല്ലേ HP എടുക്കുന്നതാണ് ബെറ്റർ. നിങ്ങൾക്ക് നാണമില്ല ആസൂസേ? അടച്ചുപൂട്ടി പൊയ്ക്കൂടെ? ആൾക്കാരെ പറ്റിച്ച് ജീവിക്കൽ ഇനിയെങ്ങാ നിർത്തൂ. നിങ്ങൾ കാരണം ഞങ്ങളെപ്പോഴൊക്കെയുള്ള സർവീസ് സെൻ്ററുകാർക്ക് ബുദ്ധിമുട്ടാണ്. ഷേം, റിയലി ഷേം ആസൂസ്. ഈ ലാപ്പിനെ പറ്റി പറയുവാണെങ്കിൽ ഇത് വിവോ ബുക്ക് സീരീസിൽ വരുന്ന ലാപ്പാണ് ആസൂസിൻ്റെ. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഇത്രയേറെ ഭംഗികളെല്ലാം കൊടുത്ത്, പോരാത്തതിന് നമ്മുടെ ടച്ച് പാഡിൽ ഒരു ഫിംഗർ പ്രിൻറ്റ് സ്കാനറും കൊടുത്ത്, പ്രൈസും ഏറെക്കുറെ ചെറിയ വിലയ്ക്ക് സെറ്റാക്കി, കാണാൻ നല്ല മനോഹരമായിരിക്കും. പക്ഷേ ഇവരുടെ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ ഇതൊരു നമ്മളെ കസ്റ്റമറെ പറ്റിക്കലാണ് ഇവരുടെ മെയിൻ പരിപാടി. ആസൂസ് എന്ന് പറയുന്നൊരു ബ്രാൻഡ് എല്ലാം മാനുഫാക്ചറിങ് ഡിഫക്റ്റാണ്. അതുകൊണ്ട് ആരും ആസൂസിൻ്റെ ലാപ്പ് മേടിക്കാണ്ടിരിക്കുന്നതാണ് ബുദ്ധി. ഇപ്പം നമ്മൾ ഈ ലാപ്പ് ഓണാക്കിയാൽ അല്ലേ, പവർ ലൈറ്റ് വരും, ജസ്റ്റ് ആസൂസിൻ്റെ ലോഗോ വരും, അവിടേക്ക് അങ്ങ് ഡെഡ് ആവുകയാണ് ലാപ്പ്. പിന്നെ ഞെക്കിയാതെ പിന്നെ ഓണാവത്തില്ല. എന്നുവെച്ചാൽ അത് വിൻഡോസിൻ്റെ ഇഷ്യൂ കാര്യങ്ങളൊന്നും അല്ല. വിൻഡോസ് ആണെങ്കിൽ അവിടെ റിപ്പയർ എന്ന് പറഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് നമുക്ക് വിൻഡോസ് ഇടാനുള്ള ഓപ്ഷൻ വരും. ഇതിൽ യാതൊന്നുമില്ല. പിന്നെ നമ്മൾ ചാർജിന് കുത്തിയാലും ഒരു ലൈറ്റോ കാര്യങ്ങളോ ഒന്നും വരികയില്ല. ഏതായാലും നമുക്കൊന്ന് അഴിച്ചു നോക്കാം. അപ്പോൾ എൻ്റെ റിക്വസ്റ്റ് ഉണ്ട്, നമുക്ക് ടെക്നോളജികളെ പറ്റി അറിയാവുന്നവരും എക്സ്പീരിയൻസ് ഉള്ളവരും മാത്രം ഇത് ശ്രമിക്കുക. 20 minutes later. ആദ്യം തന്നെ നമുക്ക് ഏതായാലും അഴിക്കാൻ നോക്കിയപ്പോൾ തന്നെ ഒരു സ്ക്രൂ ഇല്ല. ഇവിടെ ഒരു സ്ക്രൂ ഇല്ല. ലാപ്ടോപ്പിനെ പറ്റി പഠിച്ചവർ മാത്രം ഇത് ട്രൈ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ആസൂസിൻ്റെ ലാപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ഇഞ്ചസിൻ്റെ സൈഡിൽ ആദ്യം 3 സ്ക്രൂ കാണും. അതിന് കുറച്ച് നീളം കൂടുതലായിരിക്കും. അതും പിന്നെ വരുന്ന ഈ 2 സൈഡിലെ സ്ക്രൂകൾ വലുതാണ്. പിന്നെ നമ്മൾ തിരിച്ചിടാൻ നേരത്ത് അതിനെ ആ നീളമുള്ള സ്ക്രൂവിനെ ഇപ്പുറം എടുത്തിട്ടാൽ ഇപ്പുറത്തുനിന്ന് തുളഞ്ഞ് മുന്നിൽ വരുന്നതായിരിക്കും. അപ്പം ഏതായാലും കെയർഫുള്ളായിട്ട് ചെയ്യുക. ഈ ആദ്യം നമ്മുടെ ടച്ച് പാഡിൻ്റെ സൈഡിൽ വരുന്ന ഈ ചെറിയ സ്ക്രൂകളാണ് 4 എണ്ണം. അതും ഇതിൻ്റെ വ്യത്യാസം ഇത്രയും കാണും. അത് നീളം കൂടുതലായിരിക്കും.
ഇത് ടച്ച് പാഡിൻ്റെ സൈഡിൽ വരുന്ന നീളം കുറവായിരിക്കും. നീയൻ ഇളം തണ്ടിൽ ആദ്യം നമുക്ക് ഇച്ചിരി നഗരിട്ട് എടുത്തിട്ട് ലാസ്റ്റ് ചെയ്ത് നമ്മുടെ റിമൂവൽ വെച്ചെടുത്താൽ മതി. ഇല്ല കസ്റ്റമറുടെ ലാപ്പ് സ്ക്രാച്ച് ആവും, പിന്നെ സൈഡെല്ലാം ഡാമേജ് ആയി അവർ നമ്മളെ വഴക്ക് പറയും ഗൈസ്. വഴക്കല്ല, ചൊറയാക്കും. അത് ഓരോരുത്തരുടെ ഒരേ രീതി കാണും. നല്ല ടൈറ്റ് ഉണ്ട്. ഇതിനു മുന്നേ ആരും അഴിച്ചിട്ടില്ല. നമ്മൾ ആരും അഴിച്ച ലാപ്പാണ് നമ്മൾ പെട്ടെന്ന് അഴിഞ്ഞു പോരും സാധനം. അങ്ങനെ ഓപ്പൺ ആയിട്ടുണ്ട്. അതുമല്ല കസ്റ്റമർ നല്ല ലാപ്പിനെ നല്ല നീറ്റായിട്ട് വെച്ചിട്ടുണ്ട്. യാതൊരു ഡസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്നിട്ടും നമുക്ക് കംപ്ലൈൻറ്റ് വന്നേക്കുന്നതാണ്. ഈ കാണുന്നതാണ് നമ്മുടെ SSD ചിപ്പ് ഡ്രൈവ്, CPU ഫാന്, ഇതാണ് റാം വരുന്നത്. എന്തോ ഭാഗ്യം ആസൂസ് റാം സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്, ഇല്ലേ അവരും അതിനെ ഇൻബിൽഡ് ആക്കി വിടും. ഇത് നമ്മുടെ ബാറ്ററിയാണ് ഈ വരുന്നത്. ഇത് നമ്മുടെ വൈഫൈ കാർഡാണ്. ഇതാണ് പ്രൊസസ്സർ വരുന്നത്, ഇതിൻ്റെ അടിയിൽ വരുന്നതാണ്. ഇത് നമ്മുടെ കൂളിംഗ് സംഭവം. ഒരു HDD സ്ലോട്ട് ഉണ്ട്, ബട്ട് അതിൻ്റെ empty ആണ്. നമുക്ക് വേണേൽ ഇവിടെ HDD അപ്ഗ്രേഡ് ചെയ്യാം. നമ്മളിപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ബാറ്ററിയുടെ ലോക്ക് സ്ലൈഡ് ചെയ്യുക. എന്നിട്ട് ഇതിനെ മുകളിലേക്ക് നമ്മൾ ആദ്യം കെയർഫുള്ളായിട്ട് ബാറ്ററി ഡിസ്കണക്ട് ചെയ്യണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇല്ലെങ്കിൽ എന്തെങ്കിലും ആയാലും നമ്മളെ മദർ ബോർഡ് ഷോർട്ട് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്ററി നമ്മൾ റിമൂവ് ചെയ്തിരിക്കുകയാണ്. കിടക്കട്ടെ, ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കൊന്ന് അഡാപ്റ്റർ കൊടുത്ത് ഓൺ ചെയ്ത് നോക്കാം. നമ്മൾ അഡാപ്റ്റർ കണക്ട് ചെയ്തു. ഇനി നമുക്കൊന്ന് കൊടുത്ത് നോക്കാം.
ജസ്റ്റ് ഇപ്പം നമ്മുടെ പവർ ഇൻഡിക്കേറ്റർ വന്നിട്ടുണ്ട്. നമുക്കിനി ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇതാണ് പ്രശ്നം. ഇപ്പോൾ ഓണാക്കാൻ നോക്കുമ്പോൾ നമ്മുടെ ചാർജറിൻ്റെ ലൈറ്റ് പോയി. നമ്മൾ ഒന്നോടെ റിമൂവ് ചെയ്ത് കൊടുത്ത ലൈറ്റ് വന്നു. ഇപ്പം നമ്മൾ പവർ ബട്ടൺ പ്രസ് ചെയ്യാൻ പോവാണ്. പോയി. നമ്മളിൻ്റെ അടുത്ത് ചെയ്യേണ്ടത് നമുക്ക് ഏതായാലും ഒന്ന് റിമൂവ് ചെയ്ത് നമുക്ക് പിന്നെ ഒരു പ്രശ്നമുണ്ട്. ഇതിൻ്റെ SSDയുടെ സ്ലോട്ട് ലൂസായിരുന്നേ. നമുക്കിവിടെ ഒരു ഡാമേജ് കണക്ക് കാണാം. ഏതായാലും SSD നമുക്കൊന്ന് അഴിച്ചു നോക്കാം. വേറെ പ്രശ്നമൊന്നുമില്ല. അത് നമ്മുടെ SSDയുടെ ബാക്ക് സൈഡ് ഒരു സംഭവം കാണും. അത് ഇച്ചിരി പൂപ്പൽ ബൂസ്റ്റ് പിടിച്ചേക്കുന്നത്. അതിൻ്റെ ഒരു ഹീറ്റ് സിങ്ക് വരുക പുറകിൽ. അപ്പോൾ അതിൽ ഇത് ബൂസ്റ്റ് പിടിച്ചേക്കുന്നതാണ്. നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം. ക്ലീൻ ചെയ്തിട്ട് ഒന്നോടെ ഇട്ട് നോക്കാം. നമ്മുടെ മദർ ബോർഡ് ഇവിടെ ഒരു ഡാമേജ് ഉണ്ട് കേട്ടോ. ഈ പൊസിഷനിൽ ഒരു ഡാമേജ് കൊടുക്കട്ടെ. അതിനകത്ത് നമുക്ക് കാര്യമായിട്ട് നോക്കണം. എന്തൊരു കിട്ടും. നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. നമുക്ക് ഏതായാലും നമ്മുടെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് പവർ ബട്ടൺ വരുന്നത്. അപ്പോൾ നമുക്കൊന്ന് പ്രസ് ചെയ്യാം. കീബോർഡിൽ തന്നെ അതിൻ്റെ പവർ ബട്ടൺ ഇല്ല ഗൈസ്, യാതൊരു റെസ്പോൺസും ഇല്ല. നമുക്കൊരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിച്ച് നോക്കാം. ഇല്ല, യാതൊരു വിധ റെസ്പോൺസോ കാര്യങ്ങളോ ഇല്ല. അപ്പോൾ നമുക്കൊന്നുകൂടെ നമുക്ക് റാം ഒന്ന് റിമൂവ് ചെയ്ത് നോക്കാവേ. എന്ത് പണി ചെയ്യുമ്പോഴും നമ്മൾ ഈ അഡാപ്റ്ററും ബാറ്ററി റിമൂവ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നമാവാൻ ചാൻസ് ഉണ്ട്.
ഞാനതിലൊന്ന് കീബോർഡിൻ്റെ കണക്ടർ ഒന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഈ കണക്ടറാണ് നമ്മുടെ ടച്ച് പാഡിൻ്റെ കണക്ടറാണ്. അപ്പോൾ നമുക്ക് ഇനി ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇല്ല, നമുക്ക് യാതൊരു റെസ്പോൺസിബിലിറ്റിയും ഇല്ല. അപ്പോൾ ഇതിൻ്റെ മദർ ബോർഡ് കംപ്ലൈൻ്റ് ആണ് ഗൈസ്. അതുമല്ല ലാപ്പ് നല്ല രീതിയിൽ ഹീറ്റാവുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മദർ ബോർഡ് ഇഷ്യൂ ആണ്. അപ്പോൾ ഇത് റിപ്പയർ ആവാൻ ചാൻസ് ഇല്ല. നമുക്കൊന്നല്ല സർവീസ് സെൻറ്റർ ത്രൂ ഇതിൻ്റെ മദർ ബോർഡ് വേറെ റിപ്ലേസ് ചെയ്യേണ്ടി വരും, ആസൂസിൻ്റെ ഡയറക്റ്റ്. അപ്പോൾ അതിട്ടാലും ഇതാ കണക്ക്. അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, ആസൂസിൻ്റെ ലാപ്ടോപ്പ് എല്ലാം മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആണ്. അപ്പം നോക്കിയിട്ട് കാര്യമില്ല. ഞാൻ ഏതായാലും ഒന്ന് എന്തെങ്കിലും ചെക്ക് ചെയ്യുക, എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം. അപ്പോൾ ഇത് ലാപ്പിൻ്റെ മദർ ബോർഡ് കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ നമുക്കിതിനെ അങ്ങനെ തന്നെ റീഫിക്സ് ചെയ്യാം. എന്ന് വെച്ചാൽ ഇത് റിപ്പയർ ആയാലും നമുക്ക് മദർ ബോർഡ് നിൽക്കത്തില്ല, ഇഷ്യൂ അങ്ങനെ തന്നെ വരും. ആസൂസ്, മെയ്ഡ് ബൈ ആസൂസ്. എല്ലാവരും ഇങ്ങനെ തന്നെ ലാപ്പ് മേടിക്കണം, ആസൂസിൻ്റെ തന്നെ മേടിക്കണം, വേറെ ബ്രാൻഡ് മേടിക്കല്ലേ. പൈസ കുറവുള്ള നോക്കി പോയാൽ മതി എപ്പോഴും. അപ്പോൾ ഇത് നോക്കിയിട്ട് കാര്യമില്ല ഗൈസ്. നമുക്ക് ഏതായാലും ഞാൻ തിരിച്ച് റിട്ടേൺ ഫിക്സ് ചെയ്തിട്ടുണ്ട്. റാം എല്ലാം ഞാൻ റിമൂവ് ചെയ്തിട്ട് നോക്കി. ഇതെന്ന് വെച്ചാൽ നമ്മൾ ലാപ്പ് ഓണായാലും എന്നാലും പ്രൊസസ്സർ നല്ല രീതിയിൽ ഹീറ്റാവുന്നുണ്ട്. അപ്പോൾ നമുക്ക് റിട്ടേൺ ഫിക്സ് ചെയ്യാം. നമുക്കടുത്തത് ബാറ്ററി അങ്ങനെ തന്നെ റീഅസംബിൾ ചെയ്യാം. എന്നുവെച്ചാൽ നമ്മൾ വേറെ ലാപ്പ് നോക്കുവാണെങ്കിൽ ആസൂസുകാർ ഭയങ്കര വില കുറച്ചാണ് കൊടുക്കുന്നത്. അപ്പം അത് കാരണമെല്ലാം നമുക്ക് ഊഹിക്കാൻ പറ്റാവുന്നതല്ലേ ഉള്ളൂ. മനുഷ്യർക്ക് ഭംഗിയുള്ളത് മതി എന്താണേലും. അപ്പം നമ്മുടെ ബാറ്ററിക്ക് മൊത്തം വരുന്നത് 3 സ്ക്രൂ ആണ്. HP യിലാണെങ്കിൽ നമുക്കൊരു 6 സ്ക്രൂ വരും. പിന്നെ HP ലാപ്ടോപ്പിന് ഇങ്ങനെ കണക്ടർ അല്ല വരുന്നത്, ഡയറക്റ്റ് ഇവിടെ തന്നെ അതിങ്ങനെ അവിടേക്ക് സ്ലൈഡ് ചെയ്യുമ്പം ബാറ്ററി തന്നെ ലോക്കാവും. നമ്മൾ ഈ ലോക്കിനെ സ്ലൈഡ് ചെയ്തിട്ട് വേണം. ഇതിൻ്റെ സ്ലൈഡാണ് ആസൂസിൻ്റെ വരുന്നത്. ഇതിനെ പ്രസ് ചെയ്യുക, ഈ സംഭവം ഇത് വൈറ്റ് പ്രസ് ചെയ്ത് നമുക്കിങ്ങനെ സ്ലൈഡ് ചെയ്യണം. സ്ലൈഡ് ചെയ്യണം, ഇത് അവിടേക്ക് ലോക്കാവും. ഏതായാലും ഞാൻ ബാറ്ററി ഫിക്സ് ചെയ്തേ. നമുക്ക് ഏതായാലും ഒന്നും കൂടെ നോക്കാം, ഓൺ ചെയ്ത് നോക്കാം. ഈ ചക്ക ഇട്ടപ്പോൾ മുഴയിൽ വീഴുന്നൊരു ചൊല്ലില്ല, അതേ കണക്ക് നമുക്ക് ഏതായാലും ഒന്നുകൂടെ ശ്രമിച്ച് നോക്കാം. എങ്ങനെ ആയാൽ ഭാഗ്യം. ഇപ്പോൾ നമുക്ക് ബാറ്ററി ഓക്കെ ആണെന്ന് പറഞ്ഞുള്ള ലൈറ്റ് വന്നിട്ടുണ്ട്. കണ്ടോ, ഇപ്പോൾ ബാറ്ററിയുടെ സ്റ്റേബിളായിട്ട് നിൽക്കുന്നുണ്ട്. നേരത്തെ ഇവിടെ ഓറഞ്ച് ലൈറ്റ് ആയിരുന്നു ബ്ലിങ്ക് ആയിക്കൊണ്ടിരുന്നത്. ഇപ്പം ആ ലൈറ്റ് എന്നാലും നിൽക്കുന്നില്ല, അതങ്ങ് സ്റ്റേബിളായിട്ട് നിൽക്കുന്നില്ല, അത് പോവാണ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഞാൻ പറഞ്ഞില്ല, നേരത്തെ ഓപ്പൺ ആക്കുമ്പോൾ ആസൂസ് എന്ന് വന്ന് വിൻഡോസ് എന്ന് പറഞ്ഞൊരു സംഭവം വരും, വിൻഡോസ് 11. അത് 2 നീക്ക് വന്നതിന് ശേഷം പിന്നെ യാതൊരു റെസ്പോൺസും ഇല്ല. ലാപ്ടോപ്പ് ഡെഡ് കണ്ടീഷനാണ്.
എനിക്കെപ്പോഴേ മനസ്സിലായായിരുന്നു മദർ ബോർഡ് തന്നെയായിരിക്കും കംപ്ലൈൻ്റ് എന്ന് 100%. നമ്മൾ ഇതേ സാധനത്തില്ല, നമ്മുടെ മദർ ബോർഡ് നല്ല ഹീറ്റാവുന്നുണ്ട്. കണ്ടോ, യാതൊരു റെസ്പോൺസ് ഇല്ല. അപ്പോൾ നമ്മുടെ മിഷൻ സക്സസ് ആയില്ല. ഇനി കസ്റ്റമർക്ക് ഇത് തിരിച്ചു കൊടുക്കുവാണ്. കാരണം റിപ്പയർ ചെയ്താലും നിൽക്കത്തില്ല, റീവർക്ക് വരാൻ ഒത്തിരി ചാൻസ് ഉണ്ട്. ഇതിൻ്റെ സർക്യൂട്ട് ഡാമേജ് പോലെയുണ്ട്. അത് നിങ്ങൾ യൂട്യൂബോ ഫേസ്ബുക്ക് എവിടെ തുറന്നാൽ ഇത് തന്നെയുള്ളൂ. ആസൂസിൻ്റെ വാറൻറ്റി തീർന്ന ദിവസം തൊട്ട് കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ കസ്റ്റമർ തരുമ്പോൾ തന്നെ ഒരു സ്ക്രൂ ഇവിടെ ഇല്ലായിരുന്നു. അത് ആൾറെഡി ഞാൻ കസ്റ്റമർ കൊണ്ടുവന്നപ്പോൾ ഞാൻ നോക്കിയായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് ഇൻഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മളിന്നോട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യം നമുക്കില്ലല്ലോ. ഇനി ഇത് നമുക്കൊരു അര ദിവസം കഴിഞ്ഞ് നമ്മൾ 2-3 മണിക്കൂർ റെസ്റ്റിന്, 2-3 മണിക്കൂർ, ഒരു അര ദിവസം, ഒരു 3-4 അവറിന് ലേറ്റർ നമ്മൾ നോക്കുവാണെങ്കിൽ ലാപ്പ് ഓൺ ആവും. ഇവിടെ വിൻഡോസ് എന്ന് പറഞ്ഞിട്ട് അവിടേക്ക് അങ്ങ് ഓഫായി പോകും.